ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്രിസിയേഷൻ. പക്ഷെ ഏത് പോയത്തിൽ നിന്ന് അപ്രിസിയേഷൻ ചോദിക്കുന്നു നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നും പേടിക്കണ്ട, നമ്മൾ നത്തിങ് ട്വൈസ് വിച്ച് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്, നത്തിങ് ട്വൈസും അതേപോലെ സക്സസ് എന്നുള്ള പോയം രണ്ടിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ്. അപ്പം നത്തിങ് ട്വൈസിൻ്റെ അപ്രിസിയേഷൻ, നത്തിങ് ട്വൈസിൻ്റെ എന്നല്ല ഏത് അപ്രിസിയേഷൻ എഴുതുമ്പോഴും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. ഓക്കെ, ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ കംസ് ദി ഇൻട്രൊഡക്ടറി പാർട്ട്. ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ആ പോയത്തിൻ്റെ പേര്, തീം, സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ലൈൻ കൊടുത്തിട്ട് ആ ഒരു ഇൻട്രൊഡക്ഷനെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ദാ ഇവിടെ നോക്കാം, നത്തിങ് ട്വൈസ് ഇസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ വിശ്ലാവ സിംബോസ്ക അല്ലേ? അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ പറയാണ് the poem depicts the fact that no day happens twice. അപ്പോൾ nothing happens twice അല്ലേ? അപ്പോൾ ആ ഒരു തീമിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. The poem is in 28 lines. 28 ലൈനിൽ 7 quatrains ആയിട്ട്, quatrains എന്ന് പറഞ്ഞാൽ 4 line stanza അല്ലേ? 7 quatrains ആയിട്ട് നമ്മുടെ ഈ പോയം ഡിവൈഡഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. റൈം സ്കീം എന്താണ്? ABAB ആണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് കംസ്. നമുക്ക് എത്ര സ്റ്റാൻസ് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ അത്രയും സ്റ്റാൻസയുടെ സമ്മറി മാത്രമല്ല വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ മിക്സ് ചെയ്ത് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുക്കണം. In the poem, poet explains that nothing in the world happened twice. We live through everything only once. അതിൻ്റെ saddest part എന്താ? We come here unprepared അല്ലേ? That we are here improvised with no future, no idea of future and no plans to practice. Okay, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും ലൈഫ് ഗിവ്സ് നോ എക്സ്ട്രാ ചാൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫുൾ സമ്മറി കിട്ടും. പക്ഷെ നിങ്ങളോട് എക്സാമിന് ചോദിക്കുമ്പം എത്ര സ്റ്റാൻസ് തന്നിട്ടുണ്ടോ അത്ര മാത്രം സമ്മറി കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ സമ്മറി എഴുതിയതിന് ശേഷം നമ്മുടെ തേർഡ് പാരഗ്രാഫിൽ എന്ത് വരും? ആ തന്ന സ്റ്റാൻസയിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസസ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? മെനി പോയറ്റിക് ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദീസ് ഗിവൻ സ്റ്റാൻസസ് എന്ന് പറയാം. ഓക്കെ, ഒന്നാണ് എൻജാംമെൻറ്റ്. എൻജാംമെൻറ്റും അസനൻസും നിങ്ങൾക്ക് ആ പോയിമിൽ ത്രൂ ഔട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് ഫോളോഡ് ബൈ വേറൊരു റെപ്പിറ്റേഷൻ, ദാറ്റ് ഈസ് എലിട്രേഷൻ അല്ലേ? എലിട്രേഷൻ നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ടു സീക്ക് എ കോഡ് ബിനീത്ത് ആർ സ്റ്റാർ, സ സൗണ്ടിൻ്റെ റെപ്പിറ്റേഷനിൽ കാണാൻ പറ്റും. പിന്നെ വിഷ്വൽ ഇമേജ്, റോസ് എന്ന് പറയുന്നത് എന്താണ്? വിഷ്വൽ ഇമേജ് ആണ്. were flung into the room എന്ന് പറയുമ്പോൾ എന്താണ്? കിനസ്തെറ്റിക് ഇമേജ് ആണ് അല്ലേ? ആ ഒരു റോസ് എറിഞ്ഞ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ കിനസ്തെറ്റിക് ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇറ്റ്സ് ഓൾ ഹൂ ആൻഡ് സെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൂ എന്താണ്? വിഷ്വൽ ഇമേജ് ആണ്. സെൻറ്റ് എന്താണ്? ഓൾ ഫാക്ടറി ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ മെൻഷൻ ചെയ്തു. ലാംഗ്വേജ് എങ്ങനത്തെ ലാംഗ്വേജ് ആണ്? സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ ലാംഗ്വേജ് സിമ്പിൾ ആണെന്ന് പറഞ്ഞു. റൈം സ്കീം ABAB ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ടോൺ. അത് നിങ്ങൾ എന്തായാലും എഴുതണം കേട്ടോ. 3 and 4 സ്റ്റാൻസ നിങ്ങൾക്ക് തന്നിട്ടുള്ള അപ്രിസിയേഷൻ റൈറ്റിംഗിൽ ഉണ്ടെങ്കിൽ ഈ പോയിന്റ് എന്തായാലും എഴുതണം. ദർ ഇസ് എ ഷിഫ്റ്റ് ഇൻ ടോൺ ഇൻ സ്റ്റാൻസ 3 to 4. എന്താണ് ആ ഷിഫ്റ്റ് ഇൻ ടോൺ? സ്റ്റാൻസ 3 എത്തുമ്പോൾ ആള് വാസ് വെരി ഹാപ്പി at the mention of his name അല്ലേ? പക്ഷെ ഷിഫ്റ്റ് ടോൺ എവിടെ സംഭവിക്കുന്നത്? സ്റ്റാൻസ 4 എത്തുമ്പോൾ ആ ഒരു റോസ് എന്താന്ന് മനസ്സിലാവുന്നില്ല, വെറുതെ ക്ലോക്ക് നോക്കിയിരിക്കുക, ആ ഇൻട്രസ്റ്റ് പോയി ആ ഒരു ഫ്ലീറ്റിംഗ് ഹ്യൂമൻ ഇമോഷനെ കാണിക്കാനുള്ള ഒരു ഷിഫ്റ്റ് ഇൻ ടോൺ അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഈ കോൺസെപ്റ്റിനെ എംഫസൈസ് ചെയ്യുന്നത് റെട്രിക് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. റോസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അല്ലേ? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്? റെട്രിക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞ് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ദ ലൈൻ വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ ബ്രിങ്സ് ഔട്ട് ദ ട്രാൻസിയൻറ്റ് നേച്ചർ ഓഫ് എവറിത്തിങ് ആൻഡ് ദാറ്റ്സ് മൈ ഫേവറേറ്റ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ലാസ്റ്റിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്യാം. ഇനി നമ്മൾ സക്സസ് പോയം ആണ് എടുക്കുന്നതെങ്കിലും അതിലും എന്ത് ചെയ്യുക? നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഇൻ ദ പോയം സക്സസ് ഹെൻറി വേർഡ്സ്വർത്ത് ലോങ്ഫെല്ലോ എക്സ്പ്ലോർസ് ദ തീം ഓഫ് അച്ചീവിങ് ഗ്രേറ്റ്നെസ് ത്രൂ പെർസിസ്റ്റൻറ്റ് എഫേർട്ട് ആൻഡ് ഗ്രാജുവൽ പ്രോഗ്രസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രൊഡക്ഷനിൽ ആരാണ് റൈറ്റർ, ഏതാണ് പോയം, എന്താണ് തീം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെ സമ്മറി, എങ്ങനെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്? തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് വിങ്സ് ഇല്ലെങ്കിൽ എന്താ? ഓക്കെ, നമുക്ക് കാലുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ ആ ഒരു സമ്മറി സ്റ്റാർട്ട് ചെയ്യുക.
He uses various poetic devices. Again, third stanzയിൽ എത്തുമ്പോൾ poetic devices ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യാം. ഏതൊക്കെ നമുക്കറിയാം. റൈം സ്കീം എന്താണ്? ABAB. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കത്തിലും കൊടുക്കാം. ഓക്കെ. ആൻഡ് ദെൻ ദർ ഇസ് ഇമേജറി. എവിടെയൊക്കെ? ക്ലൗഡി സമ്മിറ്റ്, മൈറ്റി പിരമിഡ്സ്, ഡിസ്റ്റൻറ്റ് മൗണ്ടൻസിലൊക്കെ എന്താണ്? ഇമേജറി ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മെറ്റഫറിൻ്റെ യൂസേജ് ഉണ്ട്. ജയൻറ്റ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയേഴ്സിൽ അതും മെൻഷൻ ചെയ്ത് പോവാ. ഇന്ന പോയിറ്റിക് ഡിവൈസസ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്തത് എന്നുള്ളത്. അലിട്രേഷൻ ഇൻ ഡിഗ്രീസ് ബൈ മോർ ആൻഡ് മോറിൽ സൗണ്ടിൻ്റെ റെപ്പിറ്റേഷൻ ഉണ്ട്. ആൻഡ് ദെൻ സോളിഡ് ബാസ്റ്റ്യൻസ് ഓഫ് ദ സ്കൈസിൽ സൗണ്ടിൻ്റെ റെപ്പിറ്റേഷൻ ഉണ്ട്. അതൊക്കെ മെൻഷൻ ചെയ്യാം. ആൻഡ് ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് മെൻ മെറ്റഫർ ആണ് എന്ന് പറയാം. ജൈഗാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർസ് നമ്മൾ പറഞ്ഞു. അതേപോലെ വേറെയും ഒരുപാട് മെറ്റഫർ ഇതിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ. ദ പോയം ഓൾസോ യൂസസ് പെർസോണിഫിക്കേഷൻ. എവിടെയാണ്? ദ ഡിസ്റ്റൻറ്റ് മൗണ്ടൻസ് ദാറ്റ് അപ്പിയർ ദർ സോളിഡ് ബാസ്റ്റൻസ് ഓഫ് ദ സ്കൈസിൽ എന്തുണ്ട്? പെർസോണിഫിക്കേഷൻ്റെ യൂസേജ് ഉണ്ട്. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പോയിറ്റിക് ഡിവൈസസിനെ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മെൻഷൻ ചെയ്ത് പോവാം. These literary devices together convey that true greatness come from persistent and continuous effort. അതാണ് എന്ത് നമ്മുടെ കൺക്ലൂഷൻ അല്ലേ? നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഈ ലിറ്റററി ഡിവൈസസും ഈ വേർഡ്സും ഈ ഡിക്ഷനും എല്ലാം നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് സക്സസ് എന്തായാലും കിട്ടും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് അപ്രിസിയേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്രിസിയേഷൻ എന്തായാലും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യണം? മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതല്ലാണ്ട് ഏതൊക്കെ ഡിസ്കോഴ്സ് ആൻഡ് ഗ്രാമർ പോർഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും.